കവിയും പരിസ്ഥിതി പ്രവർത്തകനുമായ രാജേഷ് നന്ദ്യംകൂടിന്റെ കരിമ്പന വിത്തുപാകി നട്ടുവളർത്തുന്ന വിത്തുയാത്ര 11ാം എഡിഷൻ തൃശൂർ ജില്ലയിൽ പ്രവേശിച്ചു. തൃശൂർ ജില്ലയിലെ വരവൂർ ഗ്രാമപഞ്ചായത്തിലെ തളി മുക്കൂട്ടച്ചിറ തോട്ടുവരമ്പിൽ കരിമ്പന വിത്തുകൾ പാകി. വിത്തുയാത്ര ഇന്ന് തൃശൂർ ജില്ലയിലെ വരവൂർ, തളി, പെലക്കാട് ഈ ഭാഗങ്ങളിലാണ്. ഇവിടെ കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് വിത്തുയാത്ര നടക്കുന്നുണ്ട്. ആ വിത്തുയാത്രയിൽ പാകിയ വിത്തുകളൊക്കെ മുളച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലമായിട്ടും വിത്തുയാത്ര വളരെ മുടക്കമില്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ 5 കൊല്ലമായി ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തനമായിട്ടുള്ള ഉണ്ണിക്കുട്ടൻ പെലക്കാടാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒരുക്കി തരാറ്. ഇക്കുറി മാധ്യമപ്രവർത്തകനായിട്ടുള്ള വിനീതുണ്ട്, ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തനമായിട്ട് സേതുവായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാർ കുറച്ച് കഴിഞ്ഞാൽ അവിടേക്ക് എത്തും, തോട്ടുവരമ്പത്തേക്ക് എത്തും. നമ്മളിപ്പോൾ ചെയ്യുന്നത് തളി, അവിടെയുള്ള ഒരു വലിയ തോട്ടുവരമ്പത്താണ്. അപ്പോൾ അവിടെ പ്രവർത്തകരൊക്കെ വരുന്നുണ്ട്. അതെ, അപ്പോൾ ഞങ്ങൾ വിത്തുയാത്രയിലേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ വിത്ത് ശേഖരിച്ചു കഴിഞ്ഞു, എല്ലാവരും കൂടി വിത്ത് ശേഖരിച്ചു. ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്, മഴയില്ല. അപ്പോൾ ഞങ്ങൾ വിത്തുയാത്രയ്ക്ക് പുറപ്പെടുകയാണ്. കഴിഞ്ഞ 10 കൊല്ലമായി തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ തോടുവരമ്പുകളിലും പുഴയോരത്തും വംശനാശം വന്ന കരിമ്പനകളെ നട്ടുവളർത്തുന്ന പദ്ധതിയാണ് വിത്തുയാത്ര. വിത്തുയാത്രയിലും വിത്തു ശേഖരണത്തിലും വരവൂർ മുൻ പഞ്ചായത്ത് അംഗം സേതുമാധവൻ, ഫോട്ടോഗ്രാഫർ ഉണ്ണിക്കുട്ടൻ പിലാക്കാട്, യൂട്യൂബർ വിനീത് നീണ്ടൂർ തുടങ്ങിയവരും നാട്ടുകാരും രാജേഷ് നന്ദ്യംകൂടിനൊപ്പം പങ്കുചേർന്നു. മഴക്കാലം മുഴുവൻ നീണ്ടുനിൽക്കുന്ന പരിപാടിയാണ് വിത്തുയാത്ര. You are watching VCV News.